ബേസിലിൻ്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് കേട്ടോ. ഞാൻ എത്രയോ ഒരു പ്രകടനം ബേസിൽ ഇതിനു മുമ്പ് കാഴ്ചവെച്ചിട്ടില്ല. അതുപോലെ ഡയലോഗ് പ്രസൻറ്റേഷൻ ഒക്കെ ഉണ്ടല്ലോ, ഇൻ്റർവെലിന് മുന്നേ 3-4 ഡയലോഗ് പ്രസൻറ്റേഷൻ എടുക്കണം, അതൊക്കെ ബേസിൽ കലക്കിയിട്ടുണ്ട്. അതുപോലെ സജിനും കൊള്ളാം. പെർഫോമൻസിലാണ് ഈ പടം അടിപൊളിയായിട്ടുള്ളത്. കിടിലം പടം. സ്റ്റോറി ബേസിൽ നല്ലതാണ്. പക്ഷേ ഒരു കൊല്ലത്തെ ഒരു റൂറൽ പ്രദേശത്തിൻ്റെ കഥയാണ്. എല്ലാവർക്കും ഇങ്ങനെ അങ്ങ് പിടികിട്ടിയല്ല. ആ ഇത് അറിയാവുന്നവർക്ക് ഏതായാലും പടം പിടിക്കും. അടിപൊളി പടം കേട്ടോ. ഒരു പടം എല്ലാവരും പെർഫോമൻസ് ബേസ്ഡ് പടം ഇത്. എല്ലാവരുടെ പെർഫോമൻസ് അടിപൊളി. സജിനും എല്ലാവരും അടിപൊളി. ഫസ്റ്റ് വാച്ച് തിയേറ്ററാണ്. കുഴപ്പമില്ല കേട്ടോ. നല്ല പടം. നല്ലൊരു ചെറിയൊരു നല്ല പടം മൂവിയാണ്. നല്ല ബേസിലെ നല്ല അടിപൊളി അഭിനയമാണ്. നല്ല സ്റ്റോറിയാണ്. നമുക്ക് എന്താ പറയുക, മനസ്സ് തട്ടി നമ്മൾ ഇറങ്ങി വരും. കാരണം എല്ലാം കൊണ്ടും പിന്നെ ഇപ്പം നമ്മളൊരു ഒരു പൊന്നിൻ്റെ കഥയാണിത്. പക്ഷേ ഒരു പത്തരമാറ്റ് കഥ, അത്രയും നമ്മളെ മനസ്സ് നിറഞ്ഞ് നമുക്ക് ഇറങ്ങി വരും. ബേസിലിൻ്റെ ഒരു വിജയം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് തന്നെ പറയാം. ടോട്ടലി നല്ല അഭിനയമാണ്. നല്ല സൂപ്പറായിട്ടുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും മസ്റ്റ് എന്താ പറയുക, അതിൽ മെയിനായിട്ട് നല്ല കാസ്റ്റിംഗ്, പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ആ പടത്തിൽ. എല്ലാം കൊണ്ടും നല്ല നല്ല സൂപ്പർ പടം. കണ്ടിരിക്കാം. എന്താ പറയുക, ഒരു ലാഗും ഇല്ലാതെ കണ്ടിരിക്കാം. സിനിമയുടെ കഥ തന്നെയാണ്. കഥ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് ഉണ്ടായിരുന്നത്. ഇതൊരു കോമഡി പടമായിട്ടല്ല, ഒരു സീരിയസ് ടോണിൽ തന്നെ കണ്ട് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. അതെ, ഇത് നമ്മൾ കോമഡി പടമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അതിൽ ചിരിക്കാനുള്ള മൊമെന്റ്സും ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാ ഫാമിലിക്കും, എല്ലാ ആളുകൾക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം റിലേറ്റബിൾ ആയിട്ടുള്ള സബ്ജക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഭയങ്കര സീരിയസ് എന്നുള്ള രീതിക്കല്ല, എല്ലാവർക്കും എൻജോയ് ചെയ്ത് തന്നെ കാണാൻ പറ്റുന്ന സിനിമയാണ്. മൺട്രോത്തുരുത്തായിരുന്നു. എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അത് മുഴുവൻ കായലാണ്. അവിടെ വേലിയേറ്റമുണ്ട്, വേലിയിറക്കമുണ്ട്, ചെളിയായിരിക്കും ചില സമയത്ത്. അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഞങ്ങൾ വേനൽക്കാലത്താണ് അവിടെ ഷൂട്ട് ചെയ്യാൻ പോയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാത്തിൻ്റെയും റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ബേസിൽ പെർഫോം ചെയ്തത് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ്. അതേപോലെ ഹരിയാന, സജിൻ്റെ ആയാലും ആനന്ദിൻ്റെ ആയാലും, ആനന്ദിന് ഇതിലാണ് എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ഇത്രയും നല്ലൊരു വേഷം കിട്ടിയിരിക്കുന്നത്. ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാവരും, ബാക്കി ആർട്ടിസ്റ്റ് എല്ലാവരും, ദീപക്കായാലും ഇല്ല, ലൂസിയമ്മയായിട്ട് ചെയ്ത ജയചേച്ചി ആയാലും ഇല്ല, എൻ്റെ അമ്മയായിട്ട് ചെയ്ത സന്ധി ചേച്ചി ആയാലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പൊന്മാൻ തീർച്ചയായിട്ടും കുടുംബമൊത്ത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു നല്ലൊരു ചിത്രം തന്നെയാണ് പൊന്മാൻ. നമ്മുടെ ബേസിൽ ജോസഫിൻ്റെയും സജിൻ ഗോപിയുടെയും അതേപോലെ തന്നെ ലിജോ മോളുടെയും നല്ലൊരു മത്സരിച്ചുള്ള ഒരു അഭിനയം, അതേപോലെ തന്നെ ദീപക്, ആനന്ദ്, അവരുടെ എല്ലാവരും നല്ല മികച്ചൊരു കഥാപാത്രം, കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കാസ്റ്റിങ്ങും അതേപോലെ തന്നെ നല്ല ഒരു സംവിധാന മികവും നല്ല ദൃശ്യഭംഗിയും അതെല്ലാം കൂടി ചേർന്നപ്പോൾ, പശ്ചാത്തല സംഗീതവും കൂടി ചേർന്നപ്പോൾ നല്ല ഒരു അനുഭവം തന്നെയാണ് പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ബേസിലൊരു അടുത്ത ബ്ലോക്ക് ബസ്റ്റർ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഇതൊരു ഫാമിലി എന്തായാലും ഇത് കാണുമെന്നുള്ള അതിലോട്ട് ഡൗട്ടില്ല. നല്ലൊരു ചിത്രം തന്നെയാണ്, നല്ലൊരു കുടുംബ ചിത്രം തന്നെയാണ്. ബേസിലെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഉഗ്രൻ പെർഫോമൻസ്. എനിക്ക് തോന്നുന്നത് കരിയർ ബെസ്റ്റ് പെർഫോമൻസിൽ ഒന്നായി തന്നെ മാറും. ഒരുപാട് പേര് ഈ ഒരു ക്യാരക്ടറിനെ അഭിനന്ദിക്കും എന്നുള്ള അതിലോട്ട് ഡൗട്ടില്ല. ഇന്റർനാഷണൽ മൂവി തന്നെയാണ്. എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസിലാണ് എനിക്ക് പടം കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. സജിൻ ഗോപിൻ്റെയും ബേസിലിൻ്റെ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ലെവലിൽ നല്ല രീതിയിൽ പടം കയറി പിടിച്ചിട്ടുണ്ട്. ഒരു ഇമോഷണൽ ഭയങ്കര കണക്റ്റഡാണ് അവരുടെ ഒരു സ്റ്റോറി. കൊല്ലം ബേസിലുള്ള ഒരു ഏരിയയിലുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള എല്ലാ എലമെൻസും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ആർട്ടാണെങ്കിലും അതിൻ്റെ വിഷ്വൽ എഫക്റ്റ് ആണെങ്കിലും ക്യാമറ വർക്കൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ അത് ഇന്ത്യ ഗവൺമെൻറ് നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ആ സിനിമാറ്റിക് സ്റ്റൈലോട്ട് വന്നപ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പടം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. സജിൻ ഗോപും ബേസിലായിട്ടുള്ള കോമ്പോസിൻ്റെ കളിയാണ്. ഒരു ഈഗോ ക്ലാഷാണ് ബേസ്. പെർഫോമൻസ് ഒന്നും പറയില്ല. ബേസിൻ്റെ ലാസ്റ്റ് സെലക്ട് ചെയ്ത പടങ്ങളൊക്കെ ടോട്ടലി ഡിഫറൻ്റ് ആണ്. നല്ല രീതിയിൽ കൂടി തകർന്നത്. പിന്നെ സജിൻ ഗോപു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പെർഫോമൻസ് അനുസരിച്ചാണ് നായകൻ്റെയും സ്റ്റൈലും. അപ്പോൾ അത് നോക്കുമ്പോൾ എന്തുകൊണ്ട് സജിന് ഒരു കലാഭവമണി ടച്ചൊക്കെ പല സ്ഥലങ്ങളിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നല്ല പെർഫോമറാണ് സജിൻ ഗോപു. അതുകൊണ്ട് ഇനി നമ്മൾ നോക്കുന്ന ഒരു വലിയൊരു പെർഫോമർ തന്നെയായിരിക്കും സജിൻ. അപ്പോൾ ഇത് നമ്മളുള്ള ഒരു ഈഗോ ക്ലാസ്സിലാണ് പടം പോകുന്നത്. ക്ലൈമാക്സിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്ക് ചെയ്തിരുന്ന രീതി അടിപൊളിയാണ്. സോ തിയേറ്റർ വാച്ചിങ് മൂവിയാണ്.